അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിസാനിലെ ആറാമത്തെ പാഠം അല്ലെ, അദ്ദർസു സാദിസ്, ആറാമത്തെ പാഠം അൽ ഖുർആനു കലാമുള്ള എന്നുള്ള പാഠമാണ് കേട്ടോ. അൽ ഖുർആനു കലാമുള്ള, ഖുർആനാകുന്നത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു എന്നാണ് ഈ പാഠം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് ആദ്യം നമ്മുടെ ഭാഷയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അള്ളാഹു എന്നുള്ളൊരു വാക്ക്, അതുപോലെ കലാം, അള്ളാഹു എന്നുള്ളൊരു വാക്കുണ്ട്, കലാം എന്നുള്ള വാക്കുണ്ട്. രണ്ടും അള്ളാഹു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു പ്രത്യേക ശക്തിയാണ്. കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു എന്താണല്ലേ, ഖുർആനൊക്കെ അള്ളാഹുവിൻ്റെ കലാം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ അള്ളാഹു, കലാം എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്താൽ നമുക്ക് ഒരു പ്രത്യേക അർത്ഥമുള്ളൊരു വാക്ക് കിട്ടും, അള്ളാഹുവിൻ്റെ കലാം അല്ലേ, അള്ളാഹുവിൻ്റെ കലാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ചരിത്രം, രണ്ട് വാക്കുകളാണ്. ഇപ്പം നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെ അല്ലേ, അതിങ്ങനെ വായിക്കാനും അതിങ്ങനെ ഒരു സമൂഹത്തിലേക്ക് കിട്ടുന്ന സംഭവത്തിന് എന്താ പറയുക, ചരിത്രം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ കൂടിയാണ് നമുക്ക് എന്താ പറയുക, നബി ചരിത്രം അല്ലേ. നബി ചരിത്രം എന്നുള്ളത് ഒരു വാക്ക്, ഒരൊറ്റ വാക്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിന് ഒരു പുതിയ അർത്ഥം കിട്ടും. നബിയുടെ ജീവിതകാലത്ത് നടന്ന സംഭവങ്ങൾക്കൊക്കെ നബി ചരിത്രം എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ രണ്ട് വാക്കുകൾ കൂടി. പിന്നെ അവൻ എന്നുള്ളൊരു വാക്ക്, അതുപോലെ പേന എന്നുള്ളൊരു വാക്ക്. അവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അതുപോലെ പേന എന്ന് പറഞ്ഞൊരു വസ്തുവാണ്. രണ്ടും കൂടി കൂട്ടിയാൽ അവൻ്റെ പേന എന്നുള്ളൊരു വാക്ക് നമുക്ക് ഉണ്ടാക്കില്ല, അവൻ്റെ പേന. ഇങ്ങനത്തെ അവൻ്റെ പേന, ആദ്യം വന്ന ആള്, അല്ലെങ്കിൽ ഉമ്മയുടെ വീട്, കുട്ടിയുടെ മദ്രസ, ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ നമുക്ക് പറയേണ്ടി വരില്ല. അപ്പം അങ്ങനത്തെ സംസാരങ്ങൾ എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇപ്പം മക്കയും മദീനയും എന്ന് പറയാൻ എന്ത് ചെയ്താൽ ഇടയിൽ വാവ് എന്നുള്ളൊരു അക്ഷരം ഇട്ട് കൊടുത്താൽ അല്ലേ, അൽ മക്കത്തു വൽ മദീനത്തു. അല്ലെങ്കിൽ മക്ക പിന്നെ മദീന എന്നൊക്കെ പറയാൻ എന്താ സുമ്മ എന്നുള്ളൊരു വാക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പഠിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് പഠിച്ചത്. രണ്ട് വാക്കുകൾക്കിടയിൽ ഇങ്ങനെ ചില അക്ഷരങ്ങൾ ഇട്ടുകൊടുത്താൽ എന്ത് ചെയ്യും, അതും ഇതും, അല്ലെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ ഉടനെ, അല്ലെങ്കിൽ അങ്ങനത്തെ ചില അർത്ഥങ്ങളൊക്കെ കിട്ടും. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഈ പാഠത്തിൽ ഇപ്പോൾ അങ്ങനെ രണ്ട് വാക്കുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒന്ന് ചേർക്കൊന്നും, ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർക്കൊന്നും വേണ്ട. പക്ഷെ ചില നിയമങ്ങളോട് കൂടെ രണ്ടും എന്ത് ചെയ്താൽ മതി, പരസ്പരം ചേർത്ത് വെച്ചാൽ മതി. രണ്ട് വാക്കുകളെയും പരസ്പരം ചേർത്ത് വെച്ചാൽ, ചെറിയ ഒന്ന് രണ്ട് നിയമങ്ങൾ പാലിക്കാണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് വെച്ചാൽ നമുക്ക് ഉണ്ടാവും അവൻ്റെ, അല്ലെങ്കിൽ നബിയുടെ ചരിത്രം, ആ രൂപത്തിലൊക്കെയുള്ള ഒരു അർത്ഥം കിട്ടും. അതിനു വേണ്ടി എങ്ങനെയാണ് ആ നിയമങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പറയണം കേട്ടോ. നമുക്ക് പാഠത്തിലേക്ക് കടന്നു നോക്കാം. അൽ ഖുർആനു കലാമുള്ള. അപ്പോൾ ആദ്യം നമ്മൾ പാഠത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ പറയേണ്ട. അൽ ഖുർആനു എന്ന് പറഞ്ഞാൽ ഖുർആനാകുന്നത് കലാമുല്ലാഹി, അള്ളാഹുവിൻ്റെ കലാമാകുന്നു. അൽ ഖുർആനു കലാമുല്ലാഹി, ഖുർആനാകുന്നത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു. സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാകുന്നു. ഹുവ ആഖിറുൽ കുതുബിൽ മുനസ്സല. മുനസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ട, അവതരിപ്പിക്കപ്പെട്ട കേട്ടോ. അപ്പോൾ ഇറക്കപ്പെട്ട കിതാബുകളിൽ ഏറ്റവും അവസാനത്തെ കിതാബാണ് എന്ത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ. അൻസലല്ലാഹു തആലൽ ഖുർആനൽ കരീമ ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗമായിട്ടാണ്, സന്മാർഗത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഖുർആനെ അള്ളാഹു തആല ഇറക്കിയത്. ഹുദൻ എന്ന് പറഞ്ഞാൽ സന്മാർഗം, ലിന്നാസി ജനങ്ങൾക്ക് കേട്ടോ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല ഖുർആൻ ഇറക്കിയത്. വഫിൽ ഖുർആനി, ഖുർആനിലുണ്ട്, തിബിയാനു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും വിശദീകരണം ഖുർആനിലുണ്ട്. വനഖറഉ ഫീഹാ, ഖുർആനിൽ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നു എന്ത്, സിയറൽ അംബിയാഇ, അംബിയാക്കളുടെ ചരിത്രം, വഅഹ്വാല അഖ്വാമിഹിം, അംബിയാക്കളുടെ സമുദായത്തിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ അവസ്ഥകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഖുർആനിലൂടെ പഠിക്കുന്നു. അൽ ഖുർആനു ഹുദൽ ലിൽ മുത്തഖീൻ, ഖുർആൻ എന്ന് പറഞ്ഞത് മുത്തഖി, തഖ്വായിൽ ജീവിക്കുന്ന ആളുകൾക്ക് സന്മാർഗമാണ്, മാർഗദർശനമാണ് കേട്ടോ. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം, ഇതിൻ്റെ അർത്ഥം നമ്മൾ പറയാറില്ല, അള്ളാഹുവിനാണ് ഇതിൻ്റെ അർത്ഥം അറിയാം അല്ലേ. ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാൽ ഖുർആൻ,
ലാ റൈബ ഫീഹി, അതിലൊരു സംശയവുമില്ല, ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് എന്താണ്, സന്മാർഗമാണ്. അപ്പം ഖുർആൻ മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് കേട്ടോ, ഖുർആനിൽ ഒരു സംശയവും ഇല്ല. വഹുവ, ഈ ഖുർആൻ എന്ന് പറയുന്നത് അഅ്ളമു മുഅ്ജിസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. വയബ്ഖാ ഇലാ യൗമിൽ ആഖിരി, അവസാന നാൾ വരെ ഖുർആൻ ബാക്കിയാവും, നിലനിൽക്കും, ബാക്കിയാവും. ഖാല സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഇവിടെ ഈ ദിക്ർ എന്നുള്ളൊരു പദം ഉണ്ടല്ലോ, ഇവിടെ ദിക്ർ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. അപ്പോൾ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഖുർആൻ ഇറക്കിയത് നമ്മളാണ്, നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇന്നാ നഹ്നു, നിശ്ചയം, തീർച്ചയായും അള്ളാഹു ആണ് അതിനെ ഇറക്കിയത്, തീർച്ചയായിട്ടും അള്ളാഹു തആല അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് കേട്ടോ. വഫഖനല്ലാഹു, അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, ലി തിലാവത്തിൽ ഖുർആനി, ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാനും, വഹിഫ്ളിഹി വ തഅല്ലുമിഹി, വഹിഫ്ളിഹി അതിന് മനഃപ്പാഠമാക്കാനും, വ തഅല്ലുമിഹി അതിനെ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, ഖുർആനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ എന്ത് ചെയ്യുക, ഖുർആന് സാവധാനം, തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, വഖഫുകളും മഖ്റജുകളൊക്കെ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ പാഠഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്തൊരു ഭാഗം, വളരെ സിമ്പിളായ ഒരു ഭാഗം അതുകൊണ്ടാണ് ഇത് മുഴുവൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വർക്കിൻ്റെ ഭാഗം നമുക്ക് നാളെ പറയാം. അപ്പോൾ ബാക്കി ഭാഗം നോക്കുകയാണെങ്കിൽ, വനഖറഉ ഫീ ഹാദ ദർസ്, ഈ ഒരു പാഠഭാഗത്തിലേക്ക് നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് വായിച്ചു എന്താണ്, കലാമുല്ലാഹി, അല്ലേ, നമ്മൾ ഒരുപാട് പദങ്ങൾ അവിടെ കണ്ടു അല്ലേ. എന്തൊക്കെ പദങ്ങൾ നമ്മൾ കണ്ടത്? കലാമുല്ലാഹി, ആഖിറുൽ കുതുബി, തിബിയാനു കുല്ലി ഷൈഇൻ, സിയറൽ അംബിയാഇ, അഹ്വാല അഖ്വാമിഹിം, അഅ്ളമു മുഅ്ജിസത്തിൻ ലി തിലാവത്തിൽ ഖുർആൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പേജിൽ ചുവന്ന നിറത്തിൽ കണ്ട വാക്കുകളാണ് അല്ലേ. നമ്മളെല്ലാ വാക്കുകളും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കലാമുല്ലാഹി, അല്ലേ, ഇവിടെ നമ്മൾ കണ്ടു കലാമുല്ലാഹി, ഇതവിടെ. പിന്നെ ആഖിറുൽ കുതുബി, പിന്നെ തിബിയാനു കുല്ലി ഷൈഇൻ, സിയറൽ അംബിയാഇ, പിന്നെ അഹ്വാല അഖ്വാമിഹിം, പിന്നെ അഅ്ളമു മുഅ്ജിസത്ത് ലി തിലാവത്തിൽ ഖുർആൻ. ഇങ്ങനെ നമ്മൾ വാക്കുകൾ കണ്ടു. എന്താണ്? കുല്ലുഹ, ഇവരെല്ലാം, ഈ പറയപ്പെട്ട നേരത്തെ നമ്മൾ കണ്ട എല്ലാം എന്താണ്? കെലിമത്താനി. കുല്ലുഹ കെലിമത്താനി, എല്ലാം എന്താണ്? കെലിമത്താനി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കെലിമത്തുകളാണ്. എല്ലാം രണ്ട് കെലിമത്തുകളാണ്. എല്ലാത്തിനും രണ്ടെണ്ണം ഉണ്ട്. അപ്പം നമുക്ക് നോക്കുക, കഴിഞ്ഞതിൽ അല്ലേ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, രണ്ട് കെലിമത്തുകളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നുണ്ട്, രണ്ട് കെലിമത്തുകളാണ്. ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന്, പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കേട്ടോ. അപ്പോൾ എല്ലാം രണ്ട് കലിമത്തുകൾ കൂടി ചേർന്നുണ്ടായതാണ് എല്ലാ കാര്യങ്ങളും, അല്ലേ. ശരിക്കും മനസ്സിലാവുന്നില്ലേ? കുല്ലുഹ കലിമത്താനി, രണ്ടും എന്താണ്? എല്ലാം രണ്ട് കലിമത്തുകളാണ്. ഉലീഫത്തിൽ ഊലാമിൻഹുമ. അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഉലീഫത്ത് രണ്ടെണ്ണാണല്ലേ. ഇവിടെ രണ്ട് കലിമത്തുകളാണ്, ഒന്ന് കലാമ്, ഒന്ന് അല്ലാഹി. ഉലീഫത്തിൽ ഊലാമിൻഹുമ, അതിൽ നിന്നുള്ള ഒന്നാമത്തതിനെ ചേർത്തി പറഞ്ഞു. ഇല സാനിയത്തി, രണ്ടാമത്തതിലേക്ക് ചേർത്തി പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത്തതിനെ രണ്ടാമത്തതിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുള്ള കലിമത്തുകളാണ് നമ്മൾ കണ്ടത്. ഫത്തുസമ്മ, അങ്ങനെ അതിന് പറയപ്പെടും. ഫത്തുസമ്മ, അവർക്ക് പറയപ്പെടും. എന്താണ് പറയപ്പെടുക? അൽ കലിമത്തുൽ ഊലാ മിൻഹുമാ മുലാഫൻ, അതിൽ നിന്നുള്ള ഒന്നാമത്തെ കലിമത്തുകൾക്ക് പറയപ്പെടും മുലാഫൻ, മുലാഫി എന്ന് പറയപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഈ ഒന്നാമത്തെ കലിമത്തുണ്ടല്ലോ, കലാം എന്നുള്ള ഈ ഒരു കലിമത്തിന് എന്ത് പറയും? കലാം എന്നുള്ള ഈ ഒരു കലിമത്തിനിക്ക് മുലാഫ് എന്ന് പറയപ്പെടും കേട്ടോ. മുലാഫ് എന്ന് പറയപ്പെടും. വൽ മുലാഫ് ഇലൈഹി മജ്റൂറുൻ, വൽ മുലാഫ് ഇലൈഹി
മജ്റൂറുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചു. മജ്റൂർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എത്തിയില്ലല്ലേ. അതിന് മുമ്പുണ്ട് വസ്സാനിയത്തു, രണ്ടാമത്തതിന് പറയപ്പെടും. ഒന്നാമത്തേന് മുലാഫ് എന്ന് പറയപ്പെടും, രണ്ടാമത്തിന് പറയും മുലാഫുൻ ഇലൈഹി എന്നാണ് പറയുക. രണ്ടാമത്തതിന് എന്ത് പറയും? മുലാഫുൻ ഇലൈഹി എന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ എന്താ കണ്ടത് ഇവിടെ? അള്ളാഹി എന്നുള്ള ഈ ഒരു പദത്തിൽ അള്ളാഹി എന്നുള്ളതിനൊക്കെ എന്താണ് പറയുക? മുലാഫ് ഇലൈഹി എന്നാണ് പറയാം. ഒന്നാമത്തേന് മുലാഫ് എന്ന് പറയും, രണ്ടാമത്തേന് മുലാഫ് ഇലൈഹി എന്ന് പറയും കേട്ടോ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. വൽ മുലാഫു ഇലൈഹി, മുലാഫു ഇലൈഹി എന്താണ്? വൽ മുലാഫു ഇലൈഹി മജ്റൂറുൻ, മുലാഫു ഇലൈഹി മജ്റൂർ ആയിരിക്കും. മജ്റൂർ എന്ന് പറഞ്ഞാൽ എന്താ? ജറ് ചെയ്യപ്പെട്ടതായിരിക്കും എന്നതിൻ്റെ അർത്ഥം. എന്താണ് ജറ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഫത്ത്ഹ ആണെങ്കിലും എന്ത് ചെയ്യും? ഒരു ഇതിന് ഫത്ത്ഹ അല്ലെങ്കിൽ ഫത്ത്ഹ തൻവീനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? നസ്ബ് എന്നാണ് പറയുക അല്ലേ. അല്ലെങ്കിൽ കെസ്റ് തൻവീനൊക്കെ വരികയാണെങ്കിൽ ജറ് എന്ന് പറയും, അല്ലെങ്കിൽ മജ്റൂർ എന്നൊക്കെ പറയും. പിന്നെ ലമ്മോ അല്ലെങ്കിൽ ലമ്മ തൻവീനൊക്കെ വരികയാണെങ്കിൽ എന്താ പറയും? മർഫു എന്ന് പറയില്ലേ. ഇതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾ ആ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പം മുലാഫ് ഇലൈഹി മജ്റൂർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് കെസ്റായിരിക്കും അല്ലെങ്കിൽ കെസ്റ് തൻവീൻ ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, നമ്മളിവിടെ നമ്മളെ ഉദാഹരണങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു ഇല്ലേ, ഇവിടെ കെൽ അള്ളാഹി ഇല്ലേ, ഇതല്ല മുലാഫിലെ ഈ രണ്ടാമത്തെ നില പറഞ്ഞത്. രണ്ടാമത്തേന് അള്ളാഹി എന്നുണ്ട്. കുത്തുബി ഇല്ലേ, ആഖിറുൽ കുത്തുബിക്ക് കെസ്റുണ്ട്. ഷെയ്ഇൻ എന്നുള്ളിടത്ത് തൻവീൻ ഉണ്ട്, കെസ്റ് തൻവീൻ ഉണ്ട്. അംബിയായിൻ്റെ അവിടെ കെസ്റുണ്ട്. പിന്നെ അക്വാമി, ഹിം എന്നുള്ള വേറെ വാക്കാണ് കേട്ടോ. ഹിം എന്നുള്ള വാക്ക് അക്വാമിൻ്റെ അവിടെ കെസ്റുണ്ട്. പിന്നെ മുഅ്ജിസത്തിൻ എന്നുള്ളിടത്ത് കെസ്റ് തൻവീൻ ഉണ്ട്. ഖുർആനി എന്നുള്ളിടത്ത് കെസ്റുണ്ട്. അപ്പോൾ എല്ലാം മജ്റൂറാണ് അല്ലേ. എല്ലാത്തിനും കെസ്റുണ്ട്, നമുക്ക് മനസ്സിലായി. അപ്പം എന്താണ്? എല്ലാം മുലാഫ് ഇലൈഹി രൂപത്തിൽ വരികയാണെങ്കിൽ അവിടെ എന്ത് വേണം? മുലാഫ് ഇലൈഹിക്ക് കെസ്റ് വേണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് കെസ്റ് വേണം. വയുഹ്ദഫു തൻവീനു വനൂനു തസ്നിയതി വജംഇ വൽജംഇ മിമ്മ തുലാഫു. മുലാഫിൽ നിന്ന് കളയപ്പെടും. എന്തൊക്കെയാണ് കളയപ്പെടുക? തൻവീനു, ഒന്നാമതായിട്ട് തൻവീന്, തൻവീന് കളയപ്പെടും. മുലാഫിൽ നിന്ന് തൻവീനെ കളയപ്പെടും. വനൂനു തസ്നിയത്തി, തസ്നിയയുടെ നൂനിനെയും കളയപ്പെടും. വൽ ജംഇ, ജംഇന്റെ നൂനിനെയും കളയപ്പെടും. ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ മുലാഫിൽ നിന്ന് കളയപ്പെടും. അപ്പം നോക്കി നിങ്ങൾ, മുലാഫിൽ എന്തുണ്ടാവില്ല? മുലാഫിൽ തൻവീൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഉള്ള മുലാഫൊക്കെ നോക്കിയാണ്, ഒന്നാമത്തെ പദങ്ങളൊക്കെ നോക്കിയാണ്. ഏതൊക്കെയാണ് ഒന്നാമത്തെ പദം? ഇവിടെ കലാമോ എന്നുള്ളടത്ത് ഇവിടെ ഉണ്ടോ? ഇവിടെ തൻവീൻ ഇല്ല കേട്ടോ. അവസാനത്തെ ഇതിനാട്ടോ പറയണത്, മൊത്തത്തിൽ ഉണ്ടാവില്ല, അല്ല അവസാനത്തതിന്. ആഹിറുൽ കുത്തുബി, ഇവിടെ തൻവീൻ ഇല്ല. തിബിയാനു കുല്ലി ഷൈൻ, ഇവിടെ തൻവീൻ ഇല്ല. സിയറൽ അംബിയായി, തൻവീൻ ഇല്ല. അഹ്വാല അഖ്വ, തൻവീൻ ഇല്ല. അഅ്ളമു മുഅ്ജിസത്തിൻ്റെ അവിടെ തൻവീൻ ഇല്ല. പിന്നെ തിലാവത്തിൽ ഖുർആനോടൊന്നും തൻവീൻ ഇല്ല. അപ്പം മുലാഫിൽ തൻവീൻ ഉണ്ടാവില്ല. മുലാഫിൽ നിന്ന് തൻവീനെ കളയപ്പെടും. വനൂനു തസ്നിയത്തി, തസ്നിയന്റെ നൂനെയും കളയപ്പെടും. വൽ ജംഇ, ജമ്മിന്റെ നൂനെയും കളയപ്പെടും. അപ്പം നമ്മൾ ത്വാലിബുൻ, ത്വാലിബാനി, ത്വാലിബൂന എന്നൊക്കെ പറയില്ല. അപ്പോൾ ത്വാലിബാനി എന്നുള്ളിടത്തുള്ള ആ നൂനുണ്ടല്ലോ, ആ നൂനെ കളയപ്പെടും. അതുപോലെ ത്വാലിബൂന എന്നൊക്കെ പറയുമ്പോൾ ആ നൂനുണ്ടല്ലോ, ആ നൂനിനെയൊക്കെ എന്ത് ചെയ്യും? ഈ രൂപത്തിൽ ഇളാഫത്ത് ചെയ്യുന്ന സമയത്ത് മുലാഫായിട്ട് ഈ വാക്കുകൾ വരികയാണെങ്കിൽ അതിൽ കളയപ്പെടും. അപ്പം നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞിടത്ത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും. എന്താണ്? ഇപ്പം നമ്മൾ ത്വാലിബുൻ എന്ന് പറഞ്ഞിടത്ത് പറയുകയാണെങ്കിൽ ഇത് മുലാഫ്, ഈ ത്വാലിബുൻ എന്നുള്ള വാക്ക് മുലാഫായിട്ട് വരുന്ന സമയത്ത് എന്ത് കളയപ്പെടും? അതിലെ തൻവീനെ കളയപ്പെടും. അപ്പം ത്വാലിബ് എന്നുള്ളൊരു സാധനം മുലാഫായിട്ട് വരികയാണെങ്കിൽ ഇവിടെ തൻവീൻ ഉണ്ടാവില്ല, ഇവിടെ ത്വാലിബു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ത്വാലിബുൻ എന്നുണ്ടാവില്ല. അതുപോലെ മുലാഫായിട്ട് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞത് തൻവീനെ കളയപ്പെടും. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? തസ്നിയന്റെ നൂനിനെ കളയപ്പെടും. അപ്പോൾ ത്വാലിബാനി എന്നുള്ള വാക്കാണ് തസ്നിയ. അപ്പോൾ അതിലെ ഈ നൂനിനെ എന്ത് ചെയ്യും? മുലാഫായിട്ട് വരുന്ന സമയത്ത് കളയപ്പെടും. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞ ജമ്മിന്റെ നൂനിനെ കളയപ്പെടും എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജമ്മിന്റെ ഈ ത്വാലിബ് എന്നുള്ള ജമ്മായിട്ട് ഈ ത്വാലിബൂന എന്നുള്ളത് മുലാഫായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു നൂന എന്ത് ചെയ്യും? കളയപ്പെടും. ഈ ഒരു നൂനെ കളയപ്പെടും. അതിൽ മുലാഫായിട്ട് വരുന്ന സമയത്ത് തൻവീൻ ഉണ്ടാവില്ല. ഇത്രയും കാര്യമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു, രണ്ട് വാക്കുകളെ പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ചില നിയമങ്ങൾ പാലിച്ചാൽ നമുക്ക് ഇതുപോലത്തെ അർത്ഥങ്ങൾ കിട്ടും. അപ്പം എന്തൊക്കെയാണ് നിയമങ്ങൾ പാലിക്കേണ്ടത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്കുകളെ എന്ത് ചെയ്യുക? പരസ്പരം കൂട്ടി യോജിപ്പിക്കുക. അപ്പം രണ്ടാമത്തതിന് എന്തായിരിക്കും? മജ്റൂർ ആയിരിക്കണം അല്ലേ. ഒന്നാമത്തതിൽ തൻവീന് പാടില്ല, ജമ്മിൻ്റെ നൂന് പാടില്ല, തസ്നിയൻ്റെ നൂന് പാടില്ല. ഇത്രയും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ പരസ്പരം കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ
നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കലാമ്, നബിയുടെ ചരിത്രം, അവൻ്റെ പേന, ആദ്യം വന്നവൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ആഖിറുൽ അവസാന കിതാബ്, ആ രൂപത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ 2 വാക്കുകൾ ഉപയോഗപ്പെടുത്തി പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കതിൻ്റെ തദ്രീബാത്തിൻ്റെ ഭാഗം കൂടി നോക്കട്ടോ.